ഓരോ സ്വാതന്ത്ര്യദിനാഘോഷവും തലസ്ഥാനത്തിന് നഷ്ടബോധത്തിന്റെ ദിനം കൂടിയാണ്. 77 വർഷം മുൻപുള്ള ഈ ദിവസം യഥാർത്ഥ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ കഴിയാത്തതിന്റെ നഷ്ടബോധമാണ് അനന്തപുരിക്കുള്ളത്. തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ കർശന നിർദ്ദേശങ്ങൾക്ക് മുന്നിലെന്ന് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ പേരിന് മാത്രമായിരുന്നു ത്രിവർണ്ണ പതാക അനന്തപുരിയിൽ ഉയർന്നത്. വേദി ഒരുക്കിയത് ഇന്നത്തെ YMCA. ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷവും ആഘോഷവും നടത്തുമ്പോഴാണ് തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ കർശന നിർദ്ദേശങ്ങൾക്ക് മുൻപിൽ വർഷങ്ങൾക്ക് മുൻപ് ഹജൂർ കച്ചേരി എന്ന ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സ്വാതന്ത്ര്യദിനാഘോഷവും തലസ്ഥാനത്തിന് നഷ്ടബോധത്തിന്റെ ദിനം കൂടിയായി മാറുന്നതും. തലസ്ഥാനത്ത് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ പേരിനു മാത്രം ത്രിവർണ്ണ പതാക ഉയർത്താൻ വേദി ഒരുക്കിയതാകട്ടെ ഇന്നത്തെ YMCAയിലായിരുന്നു. സെക്രട്ടേറിയറ്റിൽ പതാക ഉയർത്തണമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് കോൺഗ്രസ്സുകാര് പട്ടം താണുപിള്ളയുടെ DM വർഗീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അപ്പോൾ ഇവരെല്ലാം കൂടെ ജാഥയായിട്ട് ഇങ്ങോട്ട് വന്നു. ഈ ജാഥയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കയറാൻ ശ്രമിച്ചിട്ട് അവിടെയെങ്ങും അവരെ കയറ്റിയില്ല. അവർ ജാഥയായിട്ട് മുന്നോട്ട് വന്നു. അവിടെ YMCA ഭാഗത്ത് വന്നപ്പോൾ YMCAയിൽ വന്ന് പതാക ഉയർത്താൻ YMCAയുടെ ഈ മുറ്റം നമ്മൾ തുറന്നു കൊടുത്തു, അനുവദിച്ചു. അവരെല്ലാം കൂടെ അവിടെ വന്ന് ഈ YMCA ഗ്രൗണ്ടിൽ പതാക ഉയർത്തി. അങ്ങനെ വളരെയധികം സന്തോഷമായിട്ടും ആഹ്ലാദമായിട്ടും അവർ പതാക ഉയർത്തി പിരിഞ്ഞത് ഇവിടെയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള YMCA മന്ദിര പരിസരത്ത് അന്നത്തെ പകലിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഒരു ശിലാസ്തൂപം ഇപ്പോഴുമുണ്ട്. പ്രവേശന കവാടത്തിന് സമീപമാണ് ശിലാസ്തൂപം. ഇവിടെ ആരുടെയും കൊടികെട്ടാൻ അനുവദിക്കില്ലെന്നും എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ദേശീയ പതാക ഉയർത്തുന്നത് ഇപ്പോഴും തുടരുകയാണ് YMCA. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരാണ് YMCAയിൽ 1947 ഓഗസ്റ്റ് 15 രാവിലെ 7:30 തലേന്ന് അർദ്ധരാത്രിയിൽ രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം ആഘോഷമാക്കിയത്. ഇന്ത്യൻ പതാക ഉയർത്തിയ പട്ടം താണുപിള്ള കൂടി നിന്നവരെ അഭിസംബോധന ചെയ്തതായി YMCAയുടെ 1948 വാർഷിക റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി 2004 ഇവിടെ ശിലാസ്തൂപം സ്ഥാപിച്ചതും. ആശയവിനിമയ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് സ്വാതന്ത്ര്യത്തിന് തലേന്ന് രാത്രിയിലും ശ്രീകണ്ഠേശ്വരം പാർക്കിൽ റേഡിയോയ്ക്ക് ചുറ്റും ആളുകൾ കൂടിയിരുന്നതും ചരിത്രകാരന്മാർ ഇന്നലെ പോലെ ഓർക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. നോക്കൂ, കേരളം എന്നൊരു സങ്കല്പമൊന്നുമില്ല. തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാകാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയായിരുന്നു CPയുടെ നേതൃത്വത്തിൽ. അതുപോലെ ഹൈദരാബാദിലെ നൈസാമിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇങ്ങനെ ചില നാട്ടുരാജ്യങ്ങൾക്ക് അങ്ങനെ ചില മോഹങ്ങൾ ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉരുക്കുമുഷ്ടിയോടുകൂടിയുള്ള ആ സമീപനത്തിലും ആ സംവേദനത്തിലുമാണ് ഭാരതത്തോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനവും ആ പഴയ മണ്ടൻ ആശയവും ഉപേക്ഷിക്കപ്പെട്ടത്. ഇന്ന് ഭാരതം ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് കുതിക്കുമ്പോൾ ഭാരതത്തെ വെട്ടിമുറിക്കാൻ ചില പുതിയ കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ചില തത്വങ്ങളുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഓർക്കുക, പട്ടേലിൻ്റെ അതേ പാരമ്പര്യമുള്ള, പട്ടേലിൻ്റെ അതേ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതൃത്വമാണ് ഇന്ന് ഭാരതത്തെ നയിക്കുന്നത് എന്ന് ഓർക്കുക. ഇത്തരം മോഹങ്ങളുമായി നിങ്ങൾ ഈ കൂട്ടായ്മകൾ നടത്തുമ്പോൾ